ഇന്നത്തെ റെസിപ്പി കേരള സ്റ്റൈൽ പൊട്ടറ്റോ ബാജി. ഇതെന്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. പൂരിക്കും ചപ്പാത്തിക്കും കൂടെ മാത്രമല്ല, ദോശയുടെയും ഇഡ്ലിയുടെയും കൂടെ ഇത് നന്നായിട്ട് ചേരും. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 വലിയ ഉരുളക്കിഴങ്ങും ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങുമാണ്. വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും ഇത്. ഉരുളക്കിഴങ്ങ് പ്രഷർ കുക്കറിലിട്ട് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായാൽ ആദ്യം തന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഉലുവയാണ്. അമ്മ ഉണ്ടാക്കുന്നതിൽ മറ്റുള്ളതിൽ നിന്നുള്ള ഒരു വ്യത്യാസം ഇതാണ്. ഉലുവയൊന്ന് നിറം മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഇഞ്ചിയും 2 പച്ചമുളക് അരിഞ്ഞതുമാണ്. ചേർത്തിട്ട് ഇഞ്ചിയുടെ ആ പച്ചപ്പ് ഒന്ന് പോകുന്നവരെ വഴറ്റി കൊടുക്കാം. ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വല്യുള്ളിയാണ്. ഒരു മീഡിയം സൈസിലുള്ള വല്യുള്ളിയും ഒരു ചെറുതും ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതേപോലെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം, ഉള്ളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ. ഇതായിപ്പോ ഉള്ളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, ചെറുതായിട്ട് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതൊരു ടേസ്റ്റ് ആവുകയുള്ളൂ. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളിയുടെ അരഭാഗവും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് രണ്ടും ചേർക്കുന്നുണ്ട്. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ക്യാരറ്റ് ഒരു 1/4 ഭാഗം പാകാവുന്ന വേവുന്നത് വരെ. അപ്പോഴേക്കും തക്കാളി ആയിക്കോളും. ഇതാ ക്യാരറ്റ് ഇപ്പൊ പറഞ്ഞ പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഓർമ്മിക്കണം, നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തപ്പോഴും മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഉരുളക്കിഴങ്ങ് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അങ്ങ് പേസ്റ്റ് പരുവത്തിലാക്കണ്ട, ഇടയ്ക്കൊക്കെ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന തരത്തിൽ ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കണം. നമുക്ക് ലൂസ് പരുവത്തിനാണല്ലോ കറി വേണ്ടത്. ഞാൻ ആ പൊട്ടറ്റോ വേവിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നു. അത് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തിളച്ചോണ്ടിരിക്കുന്ന വെള്ളം ചേർത്ത് ഇതിന്റെ കൺസിസ്റ്റൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ചതച്ചെടുത്ത കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇതാണ് അമ്മ ഉണ്ടാക്കുന്നതിൽ ഒരു വ്യത്യാസമുള്ളത്. ഈ കുരുമുളക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ആണ്. കുറച്ച് ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. ഒരു 1-2 മിനിറ്റ് നേരം ഒന്ന് തിളക്കട്ടെ. ഒരു കാര്യം പറയാനുള്ളത്, ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഇത് ഒന്ന് കട്ടിയാവാൻ തുടങ്ങും. അപ്പൊ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്കൊരു ചെറിയ താളിപ്പ് കൊടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ കടുകും ഒരു 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പിന്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ ഒരു 3-4 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ശേഷം ഒന്ന് 5-6 സെക്കൻഡ് നേരം മാത്രം ഒന്ന് വഴറ്റിയിട്ട് അത് നേരെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേരള സ്റ്റൈൽ ഉരുളക്കിഴങ്ങ് ബാജി ഇവിടെ റെഡിയാണ്. ഇത് പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും മാത്രമല്ല, ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെയും നന്നായിട്ട് ചേരും. അപ്പൊ എല്ലാരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. കമന്റിൽ ഇട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.